പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവം നമ്മെ നടത്തിയ വഴികൾ നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായ അതിശയകരമായ ദൈവം നടത്തിയത്. അത് പറഞ്ഞാലോ എഴുതിയാലോ ഒന്നും തീരാൻ പറ്റാത്ത അത്ര അധികമായി ദൈവം നമ്മെ നടത്തുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ കർത്താവ് കുറച്ചും കൂടെ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാനാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മെക്കുറിച്ച് ഒത്തിരി പദ്ധതികളുണ്ട്. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ നിരത്തി ഒത്തിരി പേരുടെ കാര്യം പറയുമ്പോൾ മോശയെക്കുറിച്ച് പറയുന്ന കാര്യം 11-ാം അധ്യായം 26-ാം വാക്യപ്രകാരം പറയുന്നു, മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെഴുതി. അടുത്ത ഫറവോനാകേണ്ട വ്യക്തി, ലോകരാഷ്ട്രങ്ങൾ അടക്കി വാണുകൊണ്ടിരിക്കുന്ന മിസ്രൈം ഭരിക്കേണ്ട വ്യക്തി, പക്ഷേ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അവിടെ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് കടന്നു വരുവാനിടയെത്തുന്നു. ഇന്ന് ലോകത്തിൽ നമുക്ക് ഒരു അവസരം കിട്ടുന്നെങ്കിൽ നമ്മൾ അവിടെ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ, രാജകീയമായ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ എനിക്കിത് വേണ്ട, എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച കാര്യം ചെയ്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നവരുടെ മോശ മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൂടെയുള്ളവർ പോലും പെറുപിറുത്ത് ഒത്തിരി അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാനാകുന്നവൻ ഞാൻ എത്രയെന്ന് മോശയോട് അറിയിച്ചില്ല, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും നിന്ദകളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഇടയാക്കും. ഒത്തിരി പേര് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി പേര് നിന്ന ചുമക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രതിഫലമുണ്ട്. നിശ്ചയം എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. തീർച്ചയായും കർത്താവ് നമ്മെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.